ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഒറിഗാമി പേപ്പർ കൊണ്ടൊരു പാരറ്റിനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. 21 സെൻറ്റിമീറ്റർ അളവിൽ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പേപ്പർ എടുക്കുക. എന്നിട്ട് അത് കോർണർ ടു കോർണർ അതേപോലെ ഇങ്ങനെയൊന്ന് മടക്കി കൊടുക്കാം. അടുത്ത സൈഡും അതേപോലെ തന്നെ ചെയ്തെടുക്കാം. അതിനുശേഷം അത് ഈക്വൽ ഹാഫ് ആയിട്ടൊന്ന് മടക്കി കൊടുക്കാം. രണ്ട് സൈഡും ഒരേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി പേപ്പർ ഡയമണ്ട് ഷേപ്പിലായിട്ട് ഇത് അതേപോലെ ഇങ്ങനെ മടക്കിയെടുക്കാം. രണ്ട് സൈഡുകൾ ഉള്ളിലേക്ക് പോകുന്ന മാതിരി ഇതേപോലെ മടക്കിയെടുക്കാം. ഇപ്പം നമുക്ക് ഡയമണ്ട് ഷേപ്പിലായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക. ഇനി അതിൻ്റെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് രണ്ട് സൈഡിൽ നിന്നുമായിട്ട് സെൻറ്ററിലേക്ക് മടക്കി കൊടുക്കാം. ഒരു വശം ചെയ്ത് കഴിയുമ്പോൾ അടുത്ത വശവും അതേപോലെ തന്നെ രണ്ട് സൈഡിൽ നിന്നും സെൻറ്ററിലേക്കായിട്ട് മടക്കി കൊടുക്കാം. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് സിസർ ഉപയോഗിച്ച് അതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മടക്കിയ ഭാഗം ഇതേപോലെ ഒന്ന് നിവർത്തി കൊടുക്കുക. ഇനി പേപ്പറിൻ്റെ സൈഡുകൾ ഉള്ളിലേക്കായിട്ട് മടക്കി കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ഡയമണ്ട് ഷേപ്പിലായിരിക്കും കിട്ടുക. ഒരു സൈഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത സൈഡും അതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്തെടുത്തത് അതേപോലെ തന്നെ ഡയമണ്ട് ഷേപ്പിലായിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ സൈഡ് നമ്മൾ ചെയ്തിട്ടതിന് ശേഷം അത് മടക്കി കൊടുക്കാം. ഇപ്പോൾ അതിന് മുകളിലായിട്ട് രണ്ട് ട്രയാങ്കിൾ ഷേപ്പ് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അത് ദാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ മടക്കി കൊടുക്കാം. മടക്കി കഴിയുമ്പോൾ നമുക്കൊരു ഡയമണ്ട് ഷേപ്പ് പോലെ ആയിട്ടായിരിക്കും കിട്ടുക. ആദ്യം ട്രയാങ്കിൾ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് അത് ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ട് അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ഡയമണ്ട് ഷേപ്പ് പോലെ കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഓരോ ഡയമണ്ട് ഷേപ്പിൻ്റെയും രണ്ട് സൈഡിൽ നിന്നും സെൻറ്ററിലേക്കായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കാം. മടക്കിയെടുത്തതിന് ശേഷം ആ മടക്കൊന്ന് നിവർത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത അതേപോലെ തന്നെ ചെയ്തെടുക്കാം. അതിൻ്റെ സൈഡുകൾ ഉള്ളിലേക്കായിട്ട് മടക്കി കൊടുക്കാം. ഇനി അത് അതേപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കാം. അതേപോലെ തന്നെ അടുത്തതും ചെയ്തെടുക്കാം. ഇനി പേപ്പർ നേരെ തിരിച്ച് പിടിക്കാം. ഇനി ഡയമണ്ട് ഷേപ്പിൻ്റെ രണ്ട് സൈഡിൽ നിന്നുമായിട്ട് സെൻറ്ററിലേക്ക് ഇതേപോലെ ഇങ്ങനെ മടക്കി കൊടുക്കാം. മടക്കിയതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്ത സൈഡ് തന്നെ എടുക്കുക. എന്നിട്ട് അതിൻ്റെ താഴ്ഭാഗത്തേക്കായിട്ട് രണ്ട് സൈഡിൽ നിന്നും ഒന്ന് മടക്കി കൊടുക്കാം. മടക്കിയെടുക്കുമ്പോൾ അതേ ഷേപ്പിൽ തന്നെ മടക്കാനായിട്ട് ശ്രദ്ധിക്കാം. മടക്കിയെടുത്തതിന് ശേഷം പേപ്പർ ഈക്വൽ ഹാഫായിട്ടൊന്ന് മടക്കി കൊടുക്കാം. നീളത്തിൽ മടക്കി കൊടുക്കുക കേട്ടോ. ഇനി
പാരറ്റിൻ്റെ വിങ്സ് സെറ്റ് ചെയ്യുന്നതിനായിട്ട് ഒരുപാട് മടക്കുള്ള വശം എടുക്കുക. എന്നിട്ട് രണ്ട് സൈഡിൽ നിന്നുമായിട്ട് ഇത് അതേപോലെ ഇങ്ങനെ മടക്കി കൊടുക്കാം. ആദ്യം താഴോട്ടേക്കായിട്ട് മടക്കാം. ഇനി മടക്ക് നിവർത്തി അതേ ഷേപ്പിലായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഒരു വശം ചെയ്തതിന് ശേഷം അടുത്ത വശവും അതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ഹെഡിൻ്റെ പോർഷൻ സെറ്റ് ചെയ്യുന്നതിനായിട്ട് സെൻറ്ററിലുള്ള പേപ്പർ ഇത് അതേപോലെ ഒന്നിങ്ങനെ മടക്കി കൊടുക്കാം. മടക്ക് നിവർത്തി കഴിയുമ്പോൾ അതിനുള്ളിലായിട്ടൊരു പി പോലെ ആയിരിക്കും മടക്ക് വീണിട്ടുണ്ടാവുക. ഇനി അതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും ഉള്ളിലേക്കായിട്ട് ഇതേപോലെ ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇനി അതിൻ്റെയും സെൻറ്ററിൽ നിന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മടക്കി കൊടുക്കാം. മടക്കി കഴിയുമ്പോൾ അതിൻ്റെ അറ്റം പുറത്തേക്ക് വരുന്ന മാതിരി വേണം മടക്കിയെടുക്കാനായിട്ട്. ഇനി ഹെഡിൻ്റെ പോർഷൻ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പാരറ്റിൻ്റെ കൊക്ക് ശ്രദ്ധിച്ചിട്ടില്ലേ, കുറച്ച് കൂർത്ത കൊക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ അറ്റം ഒന്നും കൂടി ഒന്ന് ഉള്ളിലേക്കായിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് അത് ജസ്റ്റ് താഴേക്കാക്കുന്ന സമയത്ത് രണ്ട് സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറയുമ്പോൾ കൺഫ്യൂഷൻ ആവുന്നുണ്ടോ എന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ വീഡിയോ മാത്രം ശ്രദ്ധിച്ചിട്ട് ചെയ്യുക കേട്ടോ. ഇനി കാലുകളുടെ ഭാഗത്തിലേക്ക് വരാം. അപ്പോൾ അതിനായിട്ട് ഇത് അതേപോലെ കാലിൻ്റെ ആ രണ്ട് ഭാഗങ്ങളും ഈക്വലായിട്ടൊന്ന് മടക്കി കൊടുക്കുക ആദ്യം. അതിനുശേഷം ഇത് അതേപോലെ ഒന്ന് പുറത്തേക്കായിട്ട് മടക്കി കഴിഞ്ഞിട്ട് അത് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ കുക്ക് ചെയ്ത അതേപോലെ തന്നെ കാലുകളും ചെയ്തെടുക്കാം. മറ്റുള്ള ക്രാഫ്റ്റുകളെ വെച്ച് നോക്കുമ്പോൾ പാരറ്റിന് ഉണ്ടാക്കാനായിട്ട് കുറച്ച് സമയം കൂടുതൽ വേണം. ആ ട്രിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് കണ്ണ് വരച്ച് കൊടുക്കാം. ഇനി കുറച്ചും കൂടി ഒന്ന് ഭംഗിയാക്കി എടുക്കുന്നതിനായിട്ട് ഞാൻ പാരറ്റിൻ്റെ ചുണ്ടുകൾക്കും കാലുകൾക്കും ഓറഞ്ച് കളറ് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടി ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.